എപ്പോഴും ഡിസൈനിൻ്റെ ഔട്ട്പുട്ട് മാത്രമല്ലാതെ ചെയ്യുന്ന ഡിസൈൻ പ്രോസസ്സൊക്കെ ഒന്ന് കാണിച്ചാൽ കൊള്ളാമെന്ന് എനിക്കുന്നുണ്ടായിരുന്നു. ഒരു ഡിസൈനർ എന്ന നിലയിൽ ഓരോ ഡിസൈനും അല്ലെങ്കിൽ ഓരോ കണ്ടൻറ്റും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടുന്ന എഫേർട്ട് എങ്ങനെയാണ്, അതൊക്കെ ഏത് തരത്തിലായിരിക്കും എന്നൊക്കെ ബാക്കിയുള്ളവരും ഇപ്പം ഡിസൈനേഴ്സ് അല്ലാത്തവരും അറിയണമെന്നൊക്കെ എനിക്കുണ്ടായിരുന്നു. ആസ് എ ഡിസൈനർ ഐ ഹാവ് ബിഹാൻസ് അക്കൗണ്ട് ആൻഡ് പേഴ്സണൽ പോർട്ട്ഫോളിയോ വെബ്സൈറ്റ്. പക്ഷേ ബിഹാൻസ് ഒരു പോപ്പുലർ ആയിട്ടുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും എൻ്റെ അക്കൗണ്ടിലേക്ക് എത്തണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അതുപോലെ തന്നെ എൻ്റെ വെബ്സൈറ്റിലേക്ക് ഒരിക്കൽ പോലും ഞാൻ അയച്ചു കൊടുത്ത ലിങ്കിലൂടെ അല്ലാതെ വേറൊരാൾ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ എൻ്റെ വർക്ക് ഷോക്കേസ് ചെയ്യാനും അതുപോലെ തന്നെ എൻ്റെ പ്രോസസ്സ് കാണിക്കാനും കണ്ടന്റ് ക്രിയേഷൻ വളരെ നല്ലൊരു എഫക്റ്റീവ് മെത്തേഡാണെന്ന് എനിക്ക് തോന്നി. ഇതിൽ ഡിസൈൻ്റെ ഔട്ട്പുട്ട് മാത്രമല്ലാതെ ഒരു ഡിസൈനർ എന്ന രീതിയിൽ ഞാൻ ചിന്തിക്കുന്ന രീതികൾ, എൻ്റെ തോട്ട്സ്, എൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും എനിക്ക് നിങ്ങളോട് പറയാൻ സാധിക്കും. വൈകാതെ തന്നെ എൻ്റെ ഡിസൈൻ കണ്ടന്റ് ക്രിയേഷൻ ഇതിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഞാൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രൊജക്റ്റിൻ്റെയോ ഇല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഡിസൈൻ റീബ്രാൻഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ഫുൾ ജേണി പയ്യെ ഓരോ വീഡിയോ ആയിട്ട് എനിക്ക് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എങ്ങനെയാണ്, ഇപ്പോൾ ഞാൻ ചിന്തിച്ച് ഒരു ഡിസൈൻ നമ്മൾ ഫൈനലൈസ് ചെയ്യുകയല്ല ചെയ്യുന്നത്, അത് വീണ്ടും റീകറക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ഡിസൈൻ ഒരിക്കലും നമ്മൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഫൈനലൈസ് ചെയ്യുന്നില്ല. അതിന് കറക്ഷൻസ് ഉണ്ടാകും. നമ്മൾ ഫസ്റ്റ് ചെയ്ത ഡിസൈൻ അപ്പാടെ മാറിയായിരിക്കും ഫൈനൽ ഔട്ട്പുട്ട് വരിക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ആ ഒരു ജേണി എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കണമെന്നുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.